നമ്മുടെ GCDയുടെ പുതിയ പ്രൊജക്റ്റാണ് റിസോർട്ടിൻ്റെ പദ്ധതി. അപ്പോൾ ആ റിസോർട്ട് എന്ന് പറയുന്നത് നമ്മളൊന്ന് പെരുമ്പളം ദ്വീപാണ്, അതുപോലെ തന്നെ ലക്ഷദ്വീപ്, രണ്ട് റിസോർട്ടാണ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ആതിരപ്പള്ളിയിലുള്ള ഒരു റിസോർട്ട്, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടിയാണ്, അദ്ദേഹമായിട്ട് നമ്മൾ ടൈപ്പ് ആകും. അപ്പോൾ അദ്ദേഹമായിട്ട് ടൈപ്പ് ആയിക്കൊണ്ട് നമ്മുടെ പുതിയ പുതിയ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിരവധി ടൂറിസ്റ്റ് മേഖലയുള്ള കമ്പനിക്കാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അത്തരത്തിലെ ഒരു പ്ലാൻ പദ്ധതിയൊക്കെ തയ്യാറാക്കുക. അപ്പം നമ്മളിലൂടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് നമ്മുടെ GCD ടോക്കൺ നൽകുന്ന വഴി നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഭാഗമാകാനും അവർക്കതിൻ്റെ വരുമാന സാധ്യത കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇന്ന് നിലവിലെ അത്തരത്തിലൊരു റിസോർട്ടുകളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഏറ്റവും നല്ല ചാർജ്, അതായത് നല്ല രീതിയിൽ ഡിസ്കൗണ്ട് കിട്ടുന്ന രീതിയിലേക്ക് ഓരോ ടൂറിസ്റ്റ് മേഖല കൈകാര്യം ചെയ്യാനും അവർക്കതുവഴി നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ലാഭവിഹിതം കൂടി കിട്ടുകയും ചെയ്യും. നമ്മൾ കൊടുക്കുന്ന ടോക്കൺ പിന്നീട് ഒരു സമയത്ത് അതിൻ്റെ മൂല്യം വർദ്ധിച്ച് വലിയൊരു എമൗണ്ട് അവർക്ക് കിട്ടുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ നമ്മുടെ 10ഓളം പ്രൊജക്റ്റിൻ്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി അവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്തരം ഓരോ പദ്ധതിയിലും നമ്മൾ ഏഞ്ചൽ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ടോക്കൺ കൊടുക്കുന്നത്. അപ്പോൾ അതുവഴി അവർക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് നേടാനും അതുവഴി അവർക്ക് വരുമാനം ലഭ്യമാകുകയും ചെയ്യും. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഓരോ ആൾക്കാരും വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ സഞ്ചരിക്കാറുണ്ട്. പക്ഷെ അവർക്കെല്ലാം തന്നെ ആ മുടക്കിയ കാശ മുടക്കിയെടുത്ത് പോയെന്നല്ലാണ്ട് തിരിച്ചവർക്കൊരു റിട്ടേൺസ് ഇല്ല. ചില കമ്പനിക്കാർ ചില ഓഫർ കൊടുക്കും, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ നമ്മളിലൂടെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളുമായിട്ട് ടൈപ്പുള്ള കമ്പനികളുടെ ആ റിസോർട്ടൊക്കെ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ സ്റ്റേജിൽ അവർക്ക് ടോക്കൺ കൊടുക്കുകയും നമ്മുടെ 10ഓളം പ്രൊജക്റ്റിൻ്റെ ബിസിനസ്സിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യാനുള്ള അവസരം കൂടി അവർക്ക് കിട്ടും. അത് തന്നെയല്ല, നമ്മൾ കൊടുക്കുന്ന ടോക്കണിൻ്റെ മൂല്യം വർദ്ധിച്ച് വലിയൊരു അസറ്റായിട്ട് മാറിച്ചു. അപ്പോൾ ഇത് പല പല പ്രൊജക്റ്റുകളിലും നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ ഇതേപോലുള്ള പ്രൊജക്റ്റുകൾ നമ്മൾ ഓരോന്നോരോന്ന് ചെയ്തു വരികയാണ്. ഇപ്പോൾ നമ്മുടെ GCD മാർട്ട് ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ഏകദേശം 125ഓളം കമ്പനികളുടെ പ്രൊഡക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 2030 തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനം ഓൺലൈൻ രംഗത്ത്. അതിൻ്റെ ലാഭവിഹിതങ്ങളെല്ലാം തന്നെ GCD ടോക്കൺ കൈവശം വെച്ചവരിലേക്ക് പോകും. അത് കൂടാണ്ട് ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന വഴി വളരെ വില കുറച്ച് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ജനകീയ പ്രസ്ഥാനം ഇന്ത്യയിലെ തന്നെ ആദ്യമായിരിക്കും എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. എന്തായാലും ക്രിപ്റ്റോ രംഗത്ത് 10ഓളം ഫിസിക്കൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ലോകത്തെ ആദ്യത്തെ കമ്പനി നമ്മുടെ നമുക്ക് അവകാശപ്പെടാൻ പറ്റും. നമ്മുടെ വൈറ്റ് പേപ്പറിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിരവധി കമ്പനികളാണ് ഇപ്പോൾ നമ്മളോട് ടൈപ്പ് ആകാൻ ശ്രമിക്കുന്നത്. അപ്പോൾ വരും വർഷങ്ങളിൽ നല്ല റിസൾട്ടായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ പെരുമ്പളം റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അവിടെ കണ്ടൽക്കാടുകളാണ്. ആ കണ്ടൽക്കാടിനകത്ത് നമ്മളൊരു ഹട്ടുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് അവിടെ തന്നെ ഫിഷിങ്ങും അതുപോലെ തന്നെ ചെറിയ ചെറിയ ബോട്ട് എന്താ പറയുക അതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ തന്നെ പരമാവധി ഫുഡ്, ഇപ്പോൾ ഫിഷ് ആണെങ്കിലും ക്രാബാണെങ്കിലും ഇനിയിപ്പോൾ നാടൻ കോഴികളൊക്കെ ആണെങ്കിലും എന്താണെങ്കിലും അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണം കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവം. അതാണ് നമ്മൾ എക്കോസിസ്റ്റത്തിലൂടെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ കണ്ടൽക്കാടുകളും അതിനകത്ത് വസിക്കുന്ന രീതികളും ആ നല്ല ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് അവിടെ താമസിക്കുക, യാതൊരുവിധ പൊല്യൂഷനോ ഒന്നുമില്ല. അതുപോലെ ബോട്ടിങ്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മാജിക് ലാൻഡ്, അതായത് നമുക്ക് മുട്ടോളം വെള്ളം മാത്രമേ ഉള്ളൂ ആ ഏരിയയിൽ. അവിടെ ആവശ്യം പോലെ നീന്തി കുളിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഓരോ പ്രൊജക്റ്റുമാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ലക്ഷദ്വീപിലെ പ്രൊജക്റ്റ് ആണെങ്കിലും ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇനി അങ്ങോട്ട് പോകുന്നത് ലക്ഷദ്വീപിൽ ആ പ്രദേശത്തൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെയും നമ്മളിതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ബിസിനസ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ ക്രിപ്റ്റോ കറൻസിയുടെ അല്ലെങ്കിൽ ഈ ടോക്കണിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് എല്ലാം തന്നെ നമുക്കറിയാം. ഈ ക്രിപ്റ്റോ കറൻസിയുടെ കീഴിൽ വരുന്ന ബിസിനസ്സുകളെല്ലാം തന്നെ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാമെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ തന്നെ അതിനകത്ത് വരുമാനം കിട്ടാനും നല്ല സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം പദ്ധതിയിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യണം. നമുക്ക് വരും സമയങ്ങളിൽ തന്നെ ഓരോരോ പ്രൊജക്റ്റ് വരുമ്പോഴും ഇതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളെല്ലാം ഞാൻ വിശദീകരിക്കുന്നതാണ്. എന്തായാലും നന്ദി, നമസ്കാരം, താങ്ക് യു.